ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുമംഗലി പൂജയിൽ നന്ദിനിയെയും സൂര്യയും പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള വഴികളാണ് പത്മയും ഇന്ദ്രജയും വേദയും വിജയനും കൂടി തീരുമാനിക്കുന്നത്. സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ പത്മ വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ അതിഥിയെ തന്നെയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇന്ദ്രജയും വേദയും ചോദിക്കുന്നുണ്ട്, അമ്മ ആരെയാണ് ക്ഷണിക്കുന്നത്, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ പത്മയ്ക്ക് അത്രയും പേടിയും ബഹുമാനവും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ് ക്ഷണിക്കുന്നത്. പത്മയുടെ ആൻറ്റിയാണ് പത്മ അവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എന്നിട്ട് പത്മ വേദിയോടും ഇന്ദ്രജിയോടും പറയാണ്, ഇനിയിപ്പോൾ നന്ദിനി പൂജാമുറിയൊക്കെ ഒരിക്കൽ പേരെടുക്കാൻ നോക്കും, അതിൻ്റെ മുന്നേ നിങ്ങൾ രണ്ടുപേരും ചെന്ന് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വെക്കുക, അലങ്കരിച്ച് വെക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരെയും താഴേക്ക് പറഞ്ഞു വിടാൻ കേട്ടോ. അപ്പോഴത്തേക്കും രാജുവേട്ടനും നന്ദിനിയും യതീന്ദ്രനും കൂടി പൂജാമുറിയൊക്കെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യാണ്. അത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രജയും വേദയും വരുന്നത്. അപ്പോൾ അവർ പത്മയോട് ചെന്ന് പറയണ, അമ്മേ ഞങ്ങൾ ചെന്നിട്ട് കാര്യമില്ല, അതിൻ്റെ മുന്നേ തന്നെ ആ നന്ദിനിയും ഡാഡിയും രാജുവേട്ടനും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്ത് നടന്നാലും അവൾക്ക് ക്രെഡിറ്റ് കിട്ടാനാണല്ലോ അവൾ ഓരോന്നും ചെയ്യുന്നത്, അതിന് സപ്പോർട്ടായിട്ട് ഡാഡിയും ഉണ്ടല്ലോ എന്നൊക്കെ പറയണേ. അങ്ങനെ പത്മ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പത്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇല്ല ഇവൾ ഒരിക്കലും ഈ സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, സൂര്യ ഇനിയും ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് പത്മ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇവളിപ്പോൾ ഇതൊക്കെ അലങ്കരിച്ചിട്ടും ഒരു കാര്യവുമില്ല, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് യതീന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ട് പത്മ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ യതീന്ദ്രനും നന്ദിനിയും രാജുവേട്ടനും ഒക്കെ കൂടി ചേർന്ന് പൂജാമുറിയും അവിടെ വീട് മൊത്തത്തിലൊക്കെ അലങ്കരിച്ച് നല്ല വൃത്തിയായി ഭംഗിയായിട്ട് വെക്കുകയാണ്. പിന്നീട് നന്ദിനി യതീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ സുമംഗലി പൂജയിൽ ഞാനും സൂര്യ സാറും എന്തായാലും പങ്കെടുക്കുന്നില്ല, കാരണം ഇനി ഒരു താലികെട്ട് ചടങ്ങ് കൂടി ഇവിടെ നടന്നാൽ അത് പത്മ മേഡത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. വെറുതെ എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? പത്മ മേഡം ഇതിനെ എതിർക്കും, അതിനെ എതിർക്കാൻ സൂര്യ സാറും, പിന്നെ വീണ്ടും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് സാർ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രൻ പറയണേ, മോളെ നന്ദിനി നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പത്മ എതിർക്കും, അപ്പോൾ സൂര്യയും അതിലെതിർക്കും, അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ തടസ്സം പറയരുത്, കാരണം നിന്നോടിപ്പോൾ നീ വന്നു കയറിയ ആ ഒരു സമയത്തുണ്ടായിരുന്ന അതേപോലെയുള്ള പ്രതികരണമൊന്നും ഇവിടെ ഇല്ലല്ലോ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ സൂര്യയും നിന്നോട് പെരുമാറുന്നതിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സൂര്യൻ നിന്നോട് ആദ്യകാലങ്ങളിൽ പെരുമാറുന്നത് പോലെയല്ലല്ലോ ഇപ്പോൾ പെരുമാറുന്നത്. സൂര്യ ഇപ്പം നിന്നെ ശരിക്കും അവൻ്റെ ഭാര്യയായി കണ്ടു തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ തടസ്സമൊന്നും പറയരുത് എന്ന് പറഞ്ഞ് യതീന്ദ്രൻ നന്ദിനിയെ ഉപദേശിക്കാണ്ട്. അങ്ങനെ മനസ്സോടെ യതീന്ദ്രൻ്റെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് നന്ദിനി സമ്മതിക്കുകയാണ്. അങ്ങനെ യതീന്ദ്രൻ അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം പിന്നീട് പത്മ ഇനി നന്ദിനിയെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയോട് സംസാരിക്കും, നീ ഒരു കാരണവശാലും സുമംഗലി പൂജ നടക്കുന്ന ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരു ദിവസത്തേക്ക് മാത്രം മതി, നീ ഇവിടെ നിന്നും മാറി നിൽക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂര്യയുടെ കൈ റെഡിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോവാം എന്നൊക്കെയല്ലേ നീ അന്ന് പറഞ്ഞിട്ട് ഈ പടി ഇറങ്ങിയത്, എന്നിട്ടിപ്പോൾ നീ ഇവിടെ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, ഒരു ദിവസത്തേക്ക് നീ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, നീ ഇക്കാര്യം ആരോടും പറയാനും പാടില്ല. സൂര്യൻ നിന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുന്നത് അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പത്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത് ശരിക്കും അറിയാവുന്നതല്ലേ, ഞാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല, അതുകൊണ്ട് നിന്നോട് പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നിനക്ക് തന്നെയാണ്, നിനക്കും നിന്റെ വീട്ടുകാർക്കും തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരത്തിലാണ് നന്ദിനിയോട് പത്മ സംസാരിക്കുന്നത്. അങ്ങനെ നന്ദിനി ആ വീട്ടിൽ നിന്നും പോവാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് സുമംഗലി പൂജ നടക്കുന്ന ആ സമയത്ത് ആ ചടങ്ങിൽ ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം നന്ദിനി ആ സമയത്ത് തീരുമാനിക്കുകയാണ്. അങ്ങനെ സൂര്യ പിന്നെ രാത്രി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ യതീന്ദ്രനും പത്മയും വേദയും ഇന്ദ്രജയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് അലങ്കരിച്ചതിനെ കുറിച്ചും പൂജാമുറിയിലെ ആ ഒരു ഡെക്കറേഷനും പിന്നെ നാളെ സ്പെഷ്യൽ അതിഥി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ദ്രജയും വേദയും വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാണ് അമ്മേ, ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യതീന്ദ്രനും പുഞ്ചിരിക്കുകയാണ്, പത്മ ആരെയാണ് ഇവിടേക്ക് അതിഥിയായി വരുത്തുന്നത് എന്നുള്ള കാര്യം യതീന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. പത്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളാണെന്നുള്ളതും പത്മ പേടിക്കുന്ന ആളാണെന്നുള്ളതൊക്കെ യതീന്ദ്രന് അറിയാം. പത്മ പേടിക്കുന്ന ഒരേ ഒരാൾ ആ ആൻറ്റിയാണ്. ആ ആൻറ്റി പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു വാക്ക് പോലും പത്മ
പത്മ പറയില്ല, അത്രയ്ക്ക് പേടിയാണ് പത്മയ്ക്ക് ആന്റിയെ. പത്മ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഈ നാളെ വരാൻ പോകുന്ന അതിഥിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, കാരണം കുറച്ച് കണിശക്കാരിയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് സൂര്യ ഇത് കേട്ടും കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താ അച്ഛാ, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്നൊക്കെ ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, സൂര്യ നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ചടങ്ങോ? എന്ത് ചടങ്ങ്? ഇവിടെ സുമംഗലി പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ നാളെ നീ ഇവിടെ ഉണ്ടാവണം, ഈ വീട്ടിലുണ്ടാവണം. നാളെ നീ കള്ളു കുടിക്കൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണം, അയ്യോ അച്ഛ എന്നെ വിട്ടേക്ക്, എനിക്ക് എന്തായാലും ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. പിന്നെ ഒരു ദിവസം കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാലൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല അച്ഛ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ മംഗളകരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പൂജയോ സുമംഗലിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോ, എന്നെ അതിന് പ്രതീക്ഷിക്കേണ്ട, ഞാൻ എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നങ്ങ് പോവാട്ടോ. അപ്പോൾ യതീന്ദ്രൻ വീണ്ടും നിർബന്ധിക്കുന്ന സമയത്ത് സൂര്യ പോയി എന്ന് കാണുമ്പോൾ പത്മ പറയണേ, നിങ്ങൾ എന്തിനാണ് അവനെ വെറുതെ നിർബന്ധിക്കുന്നത്? അവനിവിടെ ഉണ്ടാവണം എന്നുള്ളത് എന്തിനാണ് നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പോൾ പത്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സൂര്യയെ കൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് നന്ദിനിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടിപ്പിക്കാനുള്ള വഴിയല്ലേ, അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണ്ടോ. അപ്പോൾ യതീന്ദ്രനോട് പത്മ പറയണേ, നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവന് താല്പര്യമില്ലെങ്കിൽ പങ്കെടുക്കണ്ട. ഇതിപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ചടങ്ങല്ലേ, അവന് താല്പര്യമില്ലെങ്കിൽ അവന് കൂടണ്ട എന്ന് പറയട്ടെ. അപ്പോൾ അത് സൂര്യ കേൾക്കുകയാണ്. ഇതിപ്പോൾ എന്തോ ഒന്നുണ്ടല്ലോ, കാരണം ഞാനിവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കണ്ട, സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിറകിൽ എന്തോ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ച് സൂര്യ വന്ന് പറയണേ, അല്ലെങ്കിൽ വേണ്ട അച്ഛ, ഞാൻ എന്തായാലും നാളത്തെ പരിപാടിക്ക് ഞാൻ കൂടി ഉണ്ടാവും. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ കള്ളു കുടിക്കാനൊന്നും പോകുന്നില്ല. ഈ ചടങ്ങ് എന്താണെന്നുള്ളത് എനിക്കും ഒന്ന് കാണണം. അച്ഛൻ എത്രത്തോളം എന്നോട് പറഞ്ഞതല്ലേ, എൻ്റെ അച്ഛൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കാതിരിക്കാറില്ലല്ലോ, അതുകൊണ്ട് നാളത്തെ ചടങ്ങിൽ ഈ സൂര്യ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ അങ്ങ് റൂമിലേക്ക് പോവാട്ടോ. അതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കും, അതുകൊണ്ട് നന്ദിനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം പത്മ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. അപ്പോൾ പത്മ നന്ദിനിയോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, നാളത്തെ ഈ ചടങ്ങിൽ നീ ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം, ആരോടും പറയാൻ പാടില്ല, നീ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് ആദ്യമേ പത്മ നന്ദിനിയോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നന്ദിനി പങ്കെടുക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും പത്മ നോക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ റൂമിലേക്ക് ചെല്ലാണ്. അപ്പോൾ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, അല്ല നന്ദിനി, നാളെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് താഴെ നിന്നും അച്ഛൻ എന്നോട് പറഞ്ഞല്ലോ. അതെ അതെ സൂര്യ സാർ, ഇത് സുമംഗലി പൂജയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ എന്താ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അല്ല തിരുമേനി ഇവിടെ വന്നിരുന്നു, നാളെ ഈ ചടങ്ങ് നടത്തണം എന്നുള്ളത് തിരുമേനിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ ചോദിക്കാൻ, അല്ല ഈ സുമംഗലി പൂജ കൊണ്ട് എന്താണ്, എനിക്ക് വല്ലതും അറിയോ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി വിശദമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, ഭർത്താക്കന്മാരുടെ നല്ലതിന് വേണ്ടിയിട്ടും ഈ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ട് തന്നെ നന്ദിനി പറഞ്ഞു കൊടുക്കുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അല്ല നന്ദിനി, നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാവുന്നത്, നീ എവിടുന്നാ ഇതൊക്കെ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, ഇത് ഞങ്ങളെ നാട്ടിലാകുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നവർ ഈ സുമംഗലി പൂജ മുടങ്ങാതെ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നത് എന്നൊക്കെ നന്ദിനി സൂര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ കിടക്കുകയാണ്. അങ്ങനെ സൂര്യൻ നല്ല ഉറങ്ങിയ സമയത്ത് സൂര്യൻ എണീറ്റ് നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ചടങ്ങിൽ നാളെ എന്തായാലും ഞാൻ ഉണ്ടാവില്ല സൂര്യ സാർ, എന്നോട് ക്ഷമിക്കണം. പത്മ മേഡം എന്നോട് സംസാരിച്ച കാര്യം എനിക്ക് നിങ്ങളോട് ആരോടും പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സൂര്യ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് നന്ദിനി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, സ്വയം പറയുകയാണ്. അങ്ങനെ നന്ദിനി ആരും കാണാതെ ആ വീട്ടിൽ നിന്നും പുലർച്ചെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ യതീന്ദ്രൻ രാവിലെ എണീറ്റ് വരികയാണ്. ആ സമയത്ത് പത്മയും അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ മുറ്റത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കോലമൊക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, ആരാണ് ഇത്ര ഭംഗിയിൽ കോലം വരച്ചത് എന്ന് ചോദിച്ചപ്പോൾ യതീന്ദ്രൻ കളിയാക്കിയിട്ട് പറയാണ്, അത് നിൻ്റെ മകൾ വേദയാണ്. വേദയോ? വേദ ഇത്രയ്ക്ക് ഭംഗിയിൽ കോലമൊക്കെ ഇടുമോ? നിനക്ക് തന്നെ സംശയമാണല്ലേ, എങ്കിൽ നീ ആളുടെ പേര് പറഞ്ഞാൽ നീ ഈ കോലത്തിന് ഭംഗിയില്ല എന്നുള്ളത് തിരുത്തി പറയും, അതുകൊണ്ട് ഈ കോലം ഇട്ടത് ആരാണെന്നുള്ളത് നിനക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, നന്ദിനിയാണ് എന്ന് പറഞ്ഞ ഉടനെ പത്മയുടെ മുഖം അങ്ങ് വാടാണ്. എന്ത് പറ്റി പത്മ, നിന്റെ
നിന്റെ മുഖം വാടിപ്പോയല്ലോ. നന്ദിനിയുടെ പേര് കേട്ടപ്പോൾ നിന്റെ മുഖം വാടി. വേദ എന്ന് പറഞ്ഞപ്പോൾ നിനക്കത് വിശ്വസിക്കാനും പറ്റിയില്ല. അപ്പോൾ ഈ വീട്ടിൽ ഇത്ര ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കോലമിടുന്നത് ആരാണ്? നിന്റെ മക്കൾക്കൊന്നും അതറിയില്ലല്ലോ, നന്ദിനിക്ക് തന്നെയല്ലേ. പിന്നെ നിനക്ക് ഈ ചോദ്യത്തിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വേദയും ഇന്ദ്രജയും കൂടി വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പറയാണ്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഈ കോലമിട്ടത്, ആരാ അമ്മ ഇട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയാണ്, നീ തന്നെയല്ലേ. ഞാനെപ്പോഴാണ് ഇട്ടത് എന്ന് വേദ ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ നിന്നെ കളിയാക്കിയതാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അല്ല, അമ്മയുടെ അതിഥി എപ്പോഴാണ് വരുന്നത്? അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഫോൺ വിളിച്ചിരുന്നു. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടില്ലേ? കുറച്ച് സ്ട്രിക്റ്റ് ആയ ആളാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേദയും ഇന്ദ്രജയും വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ ഇങ്ങനെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്നത്? ആരാണ് വരുന്നത്? ഒന്ന് പറഞ്ഞൂടെ? എന്താണ് ഇത്രയും നേരം നിങ്ങൾ ക്ഷമിച്ചില്ലേ? ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്ക്, ആളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറയട്ടെ. യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല നന്ദിനി എവിടെ? നന്ദിനിയെ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പത്മ, നന്ദിനി ഇവിടെ ഉണ്ടാവില്ല, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഉണ്ടാവരുത് എന്ന്. അവൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ രാജുവിനെ വിളിക്കുകയാണ്. അല്ല രാജു എവിടെ? നന്ദിനി എവിടെ? അറിയില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് നന്ദിനി ഇവിടെ നിന്ന് പോയിട്ടുള്ളത്, അമ്പലത്തിലേക്ക് മറ്റോ ആയിരിക്കും എന്നൊക്കെ രാജുവും പറയട്ടോ. അങ്ങനെ സൂര്യ വരികയാണ്. എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ്, അല്ല നന്ദിനി എവിടെ അച്ഛാ? രാജു ഏട്ടാ നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, നന്ദിനി എവിടെയാ പോയത് എന്ന് അറിയില്ല, അമ്പലത്തിലേക്ക് പോയതാണാവോ, പക്ഷെ ആരോടും പറയാതെയാണ് നന്ദിനി പോയിട്ടുള്ളത്. അപ്പോൾ രതീന്ദ്രൻ പറയണേ, സൂര്യ നീ ഒരു കാര്യം ചെയ്യേ, നീ വിവേകിനെയും ഭാരതിയെയും വിളിച്ചു നോക്ക്, നന്ദിനി അവിടെ ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ രതീന്ദ്രൻ പറയണേ, ഞാൻ എന്തായാലും നന്ദിനിയുടെ അച്ഛനെ വിളിച്ചു നോക്കട്ടെ, സുദേവനെ വിളിച്ചു നോക്കട്ടെ, അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പറയണേ. അങ്ങനെ സൂര്യ പറയണേ, ഇല്ല അച്ഛാ, ഞാൻ വിളിച്ചിരുന്നു, നന്ദിനിയുടെ അച്ഛനെ വിളിച്ചിരുന്നു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, ഇല്ലല്ലോ, എന്ത് പറ്റിയാണാവോ, സുദേവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് അവർ പറയണേ. അങ്ങനെ സൂര്യ എന്നിട്ട് വിവേകിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആരതിയോടൊപ്പം ഇനി നന്ദിനി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സമയം പത്മ നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ്. നന്ദിനി ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിലോ. പക്ഷേ പത്മ ഗുണ്ടകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടാവും നന്ദിനിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി നന്ദി ഒരിക്കലും രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പത്മ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. ഇന്ദ്രജയ്ക്ക് നല്ല സംശയം വരികയാണ്, നന്ദിനിയെ കാണാതായതിൻ്റെ പിന്നിൽ, നന്ദിനി ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ കളിച്ചിട്ടുണ്ടാവുക അമ്മ തന്നെയായിരിക്കും. അമ്മ അറിയാതെ ഒരിക്കലും നന്ദിനി ഇവിടെ നിന്ന് പോവില്ല. അതുകൊണ്ടാണ് അമ്മ ഇത്ര കൂളായിട്ട് ഇവിടെ നിൽക്കുന്നത്. അമ്മ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ദ്രജയ്ക്ക് മനസ്സിലാവട്ടോ. അങ്ങനെ ഇന്ദ്രജയും വേദയും കൂടി ഇതിനെ കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് പത്മയോട് ചോദിക്കുകയാണ്, അല്ല അമ്മേ, അമ്മ പറയാതിരിക്കില്ലേ, നന്ദിനി ഈ വീട്ടിൽ നിന്നും പോയതിൻ്റെ പിറകിൽ അമ്മയല്ലേ? അമ്മയുടെ ഇരുത്തവും ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് വേദയൊക്കെ പറയുമ്പോൾ, നിങ്ങൾ മിണ്ടാതെ ഇരുന്നോളണം, ഞാനൊന്നും അറിയില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ വേദയും ഇന്ദ്രജയും അമ്മ വെറുതെ പറയുന്നതാണ്, നന്ദിനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നന്ദിനിയെ കാണാതായതിൻ്റെ പിറകിൽ അമ്മ തന്നെയാണ് എന്നൊക്കെ അവർ രണ്ടുപേരും സംശയത്തോടു കൂടി പറയുകയാണ്. പത്മയുടെ വീട്ടിലേക്ക് പത്മ വിളിച്ചു വരുത്തുന്ന അതിഥി വരികയാണ് കേട്ടോ. അപ്പോൾ പത്മയുടെ ആൻറ്റി പറയുകയാണ് ആ ഡ്രൈവറോട്, ആ കടയിൽ നിന്നും കുറച്ച് പൂമാല വാങ്ങിക്ക് എന്ന് പറഞ്ഞ് അയാളോട് കുറച്ച് പൂമാലയൊക്കെ വാങ്ങിച്ച് വരാൻ വേണ്ടി പറയാണ്. അപ്പോൾ അയാൾ ആ കടയുടെ ആ ഭാഗത്ത് നിർത്തിയ ശേഷം അയാൾ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലാണ്. ഈ സമയം നന്ദിനി അവിടെ നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ പൂമാല വാങ്ങിച്ച് അയാൾ തിരിച്ച് കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി അയാളെന്നെ ഇടിക്കാൻ വേണ്ടി അങ്ങ് വരികയാണ് കേട്ടോ. പെട്ടെന്ന് സൈഡ് എടുക്കുന്ന സമയത്ത് അയാളെ ഇടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അയാൾ എൻ്റെ ദേഹത്ത് വണ്ടി ഇടിക്കുമെന്നുള്ള ആ ഒരു പേടിയിൽ പെട്ടെന്ന് അയാളുടെ കയ്യിലുള്ള പൂവുകളും അതുപോലെ കയ്യിലുണ്ടായിരുന്ന ചാവിയൊക്കെ അങ്ങ് നിലത്ത് വീഴുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓട ഉണ്ടാവും, ആ ഓടയിലേക്കാണ് ഈ ചാവി ചെന്ന് വീഴുന്നത്. അതോടുകൂടി അയാൾ അങ്ങ് പേടിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെയുള്ള ആളുകൾ കൂടി, കടയിലുള്ള ആളുകൾ കൂടി വരികയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കയ്യിലുള്ള ചാവി ആ ഓടയിൽ വീണു, ഇനിയിപ്പോൾ എങ്ങനെ എടുക്കും എന്ന് ചോദിച്ച് അവിടെയുള്ളവരൊക്കെ ആ ഓടയിൽ നിന്നും ആ ചാവി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പത്മയുടെ ആൻറ്റിയും നിൽക്കുന്നുണ്ടോ. എന്തു പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മേഡം, എൻ്റെ കയ്യിലുള്ള ചാവി, കാറിൻ്റെ കീ ഓടയിലേക്ക് വീണു എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ അശ്രദ്ധയോടുകൂടി നടന്നാലേ ഇതുപോലെയൊക്കെ ഉണ്ടാവും, എന്തായാലും ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറയട്ടെ. അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കയ്യിലുള്ള ചാവി ഈ ഓടയിലേക്ക് വീണു, ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുക എന്ന് പറയുമ്പോൾ നന്ദിനി പറയാണ്, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, ഞങ്ങളൊക്കെ ഒരുപാട് നോക്കി, പക്ഷെ ഞങ്ങൾക്കാർക്കും
ആർക്കും അതിൽ നിന്നും ഓടയിൽ നിന്നും ആ ചാവി എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദിനി അവിടേക്ക് നോക്കുമ്പോൾ ആക്രി കൊണ്ട് നടക്കുന്ന ഒരാളെ കാണുകയാണ്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദിനി. എന്നിട്ട് പറയണേ നിങ്ങൾ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് നന്ദിനി അവിടേക്ക് ചെല്ലാണ്ട് അയാളോട് പറയണം നിങ്ങളുടെ കയ്യിൽ കാന്തമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട്, എങ്കിൽ ഒന്ന് തരുമോ, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് നന്ദിനി ആ കാന്തവുമായിട്ട് അവിടേക്ക് ചെല്ലട്ടോ. അപ്പോൾ പത്മയുടെ ആൻറ്റി പറയണേ നീ ഏതായാലും എങ്ങനെയെങ്കിലും ഈ കീ എടുത്തോണ്ട് വാ, ഞാൻ ഏതായാലും ഒരു ഓട്ടോ വിളിച്ച് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം. അപ്പോൾ നന്ദിനി പറയണം മേഡം ഒന്ന് നിൽക്ക്, ഞാൻ ഈ ചാവി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ഒരു കയറെടുക്കുകയാണ്. എന്നിട്ട് ആ കാന്തം അതിൽ അങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ഓടയിലേക്ക് വെക്കുകയുണ്ടോ. അപ്പോൾ ആ കാന്തത്തിൻ്റെ മുകളിൽ ചാവി അങ്ങ് ഒട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അത് കൊടുക്കുമ്പോൾ നീ മിടുക്കത്തി തന്നെയാണല്ലോ, ഞങ്ങൾക്ക് ആർക്കും ഈ ഒരു ബുദ്ധി തോന്നിയില്ല, നീ ഈ ചാവി എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഇത് കിട്ടുമെന്നുള്ളത്, പക്ഷേ നീയാളും മിടുക്കത്തി തന്നെയാണല്ലോ, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ബുദ്ധിയാണല്ലോ നിനക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് പത്മയുടെ ആൻറ്റി നന്ദിനിയെ ഒരുപാട് പുകഴ്ത്തുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പോവാൻ നിൽക്കുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നത്, അത് പിന്നെ എനിക്ക് ഇവിടെ ഒരു വീട്ടുജോലിയാണ് എനിക്കുള്ളത്, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ എൻ്റെ കാറിലേക്ക് കയറി എന്ന് പറയുമ്പോൾ അത് വേണ്ട മേഡം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, നീ കാറിലേക്ക് കയറി എന്ന് പറഞ്ഞ് പത്മയുടെ ആൻറ്റി നന്ദിനിയെ കാറിലേക്ക് കയറാൻ പറയാണ്. അങ്ങനെ നന്ദിനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ നന്ദിനി പറയുന്നത് ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്, ഞാനൊരു വേലക്കാരിയാണ് എന്നൊക്കെയാണ് പത്മയുടെ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് നിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടോ. അങ്ങനെ നന്ദിനി കാറിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഒരു ഭാഗം കൂടി ഉണ്ട്, നന്ദിനിയെ പത്മയുടെ ഗുണ്ടകൾ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും നന്ദിനി ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ണാടി വഴി പത്മയുടെ ആൻറ്റി കാണുന്നുണ്ട്. അങ്ങനെ എന്താണ് മോളെ എന്ന് ചോദിച്ച് കാറ് തുറന്ന് നന്ദിനിയോട് ആ കാറിൽ കയറാൻ പറയുന്നതൊക്കെ പത്മയുടെ ആൻറ്റിയാണ്. എന്താണെന്നറിയില്ല മാഡം, എന്നെ ആരൊക്കെയോ ചേർപ്പിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ ആൻറ്റി നന്ദിനിയോട് കാറിൽ കയറാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അവർ പിന്നെ ഒരു കടയിൽ കയറുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടേക്കും ഈ ഗുണ്ടകൾ വരുന്നുണ്ട് കേട്ടോ നന്ദിനിയെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ നന്ദിനി പെട്ടെന്ന് അവരെ കാണുന്നുണ്ട്. എന്നിട്ട് പേടിയോട് കൂടി വീണ്ടും പത്മയുടെ ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയ്യോ മാഡം, ഞാൻ പറഞ്ഞില്ലേ എന്നെ നേരത്തെ കുറച്ച് പേർ പിടിക്കാൻ വേണ്ടി വന്നു എന്ന്, ഇപ്പോൾ ഇതാ അവരിവിടെയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, അവർക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ആൻറ്റി അങ്ങ് ചെല്ലുന്ന സമയത്ത് ആ ഗുണ്ടകൾ ആ ഒരു വരവ് കണ്ടതോടുകൂടി പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയെയും കൂട്ടി വീണ്ടും കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. എന്നിട്ട് പത്മയുടെ വീട്ടിലേക്ക് നന്ദിനിയെയും കൂട്ടി ഈ ആൻറ്റി ചെല്ലുന്നുണ്ട്. അപ്പോൾ ആൻറ്റി കാറിൽ നിന്നും ഇറങ്ങുന്നതോടുകൂടി പത്മക്ക് സന്തോഷത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് പത്മയോട് പറയണേ ആ കാറിൽ വേറൊരാളും കൂടിയുണ്ട്, നീ ഒന്ന് ആ കാറ് തുറന്ന് ആരാണെന്ന് നോക്കുക എന്ന് പറയട്ടെ, അതും എനിക്കൊരു സഹായം ചെയ്ത ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പത്മ അങ്ങനെ അത്ഭുതത്തോടു കൂടി ആരായിരിക്കും എന്നുള്ള ഭാവത്തിലാണ്ടോ കാറ് തുറക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ കാറ് തുറന്ന ഉടനെ നന്ദിനിയെ കാണുമ്പോൾ പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്, ഇവളെന്നെ എങ്ങനെയാണ് ആൻറ്റിക്ക് കിട്ടിയത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ സൂര്യമൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നന്ദിനിയെ തിരഞ്ഞുകൊണ്ട് വിവേകിൻ്റെ അവിടെയും ആരതിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവരാരും നന്ദിനിയെ കണ്ടിട്ടില്ല, നന്ദിനി ഫോൺ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സൂര്യ ടെൻഷനായിട്ടാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. അങ്ങനെ യതീന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. നന്ദിനി എവിടെ പോയതാണാവോ എന്നൊക്കെ കുറിച്ച് അവർ സംസാരിക്കുമ്പോഴാണ് പത്മയുടെ ആൻറ്റി അവിടേക്ക് വരുന്നതും പിന്നെ പത്മ കാറ് തുറന്നു കൊടുക്കുന്നത് നന്ദിനിയെ കണ്ടപ്പോൾ സൂര്യക്ക് അതിശയത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ പത്മയുടെ ആൻറ്റി കാര്യം പറയാണ്, ഈ പെൺകുട്ടി ആരാണെന്നോ ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്നോ എന്ന് പറഞ്ഞ് ആ കഥകളൊക്കെ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് ഇനി ആ ആൻറ്റിയോട് പറയുന്നത്, ഇത് വേറെ ഏതെങ്കിലും വീട്ടിലെ വേലക്കാരി ഒന്നുമല്ല ആൻറ്റി, ഇത് എൻ്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകളാണ്, എൻ്റെ ഭാര്യ നന്ദിനിയാണ് എന്ന് പറഞ്ഞ് ആൻറ്റിക്ക് മുന്നിൽ സൂര്യ അങ്ങ് പറയുന്ന സമയത്ത് പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.